ഹരേ കൃഷ്ണ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും ഡെയിലി ഒരു പ്രാവശ്യം ഒരു ശ്ലോകം 10 മിനിറ്റ് മതി, ഒരു ശ്ലോകം ഭഗവത്ഗീതയുടെ നിങ്ങൾ വായിക്കണം. ഇത് എനിക്ക് ആധ്യാത്മിക ജ്ഞാനം ഒന്നുമില്ല. എനിക്ക് കൈ കിട്ടുന്ന ഈ പേജിൽ കൈ കിട്ടുന്നിടത്ത് ഞാൻ ഒരു ശ്ലോകം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അറിവുകളൊന്നും എനിക്കില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഏത് പേജാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഹരേ കൃഷ്ണ. എനിക്ക് കിട്ടിയത് അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭവകരോ വിസർഗാഃ കർമ്മസംജിതാഃ. ഭഗവത്ഗീതയിലെ 3-ാമത്തെ ശ്ലോകമാണ്. 434 പേജ് നമ്പർ. ഇതിൽ ഭഗവാൻ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഭഗവാൻ പറഞ്ഞേക്കുന്നത് അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവത്രേ ബ്രഹ്മത്തിൻ്റെ ശാശ്വത പ്രകൃതി അധ്യാത്മമെന്ന് പറയപ്പെടുന്നു. ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിൻ്റെ വികാസത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. അപ്പം ഭഗവാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആത്മാവ് മാത്രമേ നമുക്ക് സ്ഥിരമായിട്ടുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ആത്മാവാണ് സ്ഥിരമായിട്ടുള്ളത്. അപ്പോൾ ആത്മാവിന് എന്താ വേണ്ടത്? നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ കേൾക്കുകയും പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഭഗവാൻ പറയുന്നത് അതല്ലേ, പ്രചരണം. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ പ്രചരണം ചെയ്യുക. അപ്പോൾ ആത്മാവിന് അതാണ് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് സ്ഥിരമായിട്ടുള്ള കാര്യം എന്താണ്? ആത്മാവാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ നമ്മുടെ ബാക്കിയുള്ള ഭൗതിക ശരീരത്തിൻ്റെ വികാസത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. അപ്പം നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, അതെന്തിനാണ്? ഭൗതിക ശരീരത്തിൻ്റെ വികാസത്തിനാണ് നമ്മൾ കർമ്മങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആത്മാവിന് വേണ്ടി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ 10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി, ആത്മാവിന് സന്തോഷം കിട്ടാൻ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, അത് പ്രചരണം ചെയ്യുക. അതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതാണ് ആത്മാവിന് സന്തോഷം നൽകുന്നത്. ഹരേ കൃഷ്ണ. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഹരേ കൃഷ്ണ.